Hey guys, this is Charlie Bob. Welcome back to my channel. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗിൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ പ്ലേസ്മെന്റ് ടൈമിൽ നമുക്ക് കോഡിംഗ് അറിയില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിടെക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ജൂനിയേഴ്സ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ കൂടി നിങ്ങൾ അപ്പോഴിത് ഓർക്കും, എന്തായാലും നിങ്ങൾ ഇത് ഓർക്കും. അപ്പം വീഡിയോ എന്തായാലും ശ്രദ്ധിച്ച് കാണാം. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ബിടെക് കഴിഞ്ഞ ഒരാളുടെ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ മാത്രമേ വീഡിയോ കാണാം. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI ടൂൾ ആണ് ഞാൻ ഇന്നോട് പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു AI ടൂളിന്റെ പേര് നോട്ട് GPT എന്നാണ്. ഇതിന് കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ബിടെക് ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂളും ഓൾ ഇൻ വൺ AI പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഇതിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് വെറും ടെക്സ്റ്റ് മാത്രമല്ല, യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, PPT ആയിക്കോട്ടെ, PDF ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണെങ്കിലും നമുക്ക് അതിന്റെ സമ്മറി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു AI പോഡ്കാസ്റ്റ് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്നത് പോലെ ഇതിനൊരു പോഡ്കാസ്റ്റ് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ AI ഇന്ററാക്ഷൻ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് AI ചാറ്റ് ബോട്ടിനോട് ചാറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിന് ഗ്ലോബൽ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു AI ടൂൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നിന്റെ കമന്റിലും കൊടുത്തേക്കാം. പ്ലീസ് ടു ചെക്ക് ഔട്ട് ഗൈസ്. ഇന്നത്തെ എന്റെ വ്ളോഗില് കോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ S7 ഒക്കെ കയറുന്ന സമയത്താണ് നമുക്ക് ഈ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പയ്യെ വന്നു തുടങ്ങാം. ഈ പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോരോ കമ്പനീസിൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി കമ്പനീസ് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മളുടെ CGPA 6.5. അതൊരു 80% എബവ് കമ്പനീസ് ചോദിക്കുന്നത് ആ ഒരു കണ്ടീഷൻ അതിൻ്റെ അകത്ത് കാണും. നമുക്ക് CGPA 6.5 ഉണ്ട് എങ്കിൽ. പിന്നെ പറയുന്നത് നമുക്ക് കറന്റ് സപ്ലീസ് ഉണ്ടാവാൻ പാടില്ല. കറന്റ് സപ്ലീസ് ഉണ്ടെങ്കിൽ നമുക്ക് 6.5 മേ ബി കാണില്ല. അങ്ങനെ കറന്റ് സപ്ലീസ് അങ്ങനെ ചോദിക്കുന്ന കമ്പനീസും ഉണ്ട്, അങ്ങനെ എടുത്ത് ചോദിക്കാത്ത കമ്പനീസും ഉണ്ട്. അപ്പം സപ്ലീസ് ഉണ്ടാവാൻ പാടില്ല. സപ്ലി ഹിസ്റ്ററി ഒക്കെ അലൗ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. സപ്ലി ഹിസ്റ്ററി വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ പ്ലേസ്മെന്റ് ടൈമിൽ എഴുതിയെടുത്താലും അങ്ങനെ വരുന്ന കമ്പനീസ് ഉണ്ട്. പിന്നെ ഒരു 5% കമ്പനീസ് മാത്രം സപ്ലി ഹിസ്റ്ററി അലൗ ചെയ്യാറില്ല. ഇനി നമ്മൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആ ഒരു പ്ലേസ്മെന്റ് ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു കമ്പനിക്ക് പല റൗണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് മേ ബി ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് ആയിരിക്കും. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ എന്റെ ചാനലിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് ട്രെയിനിങ് ഓൺലി ഫോർ മെമ്പേഴ്സ് ആണ്. അതിന്റെ കാരണം ചാനൽ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മെമ്പർഷിപ്പ് കുറെ അധികം സ്റ്റുഡൻസ് എടുത്തിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഇടുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓരോരോ ഘട്ടമായിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്യൂമെ, അതിൽ ഇന്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഉണ്ട്. അപ്പം എല്ലാ ട്രെയിനിങ്ങും ആണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് നമ്മൾ പാസ്സായി എന്ന് വിചാരിക്കാം. ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് പാസ്സായി കഴിയുമ്പോൾ മേ ബി നമുക്കൊരു ടെക്നിക്കൽ റൗണ്ട് കാണും. ടെക്നിക്കൽ റൗണ്ടിൽ നമുക്ക് നമ്മൾ പഠിച്ച സാധനമായിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് പാസ്സാവാൻ പറ്റുന്നതാണ്. ഇനി വരുന്ന നമ്മളുടെ മെയിൻ റൗണ്ട് ആണ് കോഡിംഗ് റൗണ്ട്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 80% എബവ് കമ്പനീസ്, ഇപ്പൊ നിങ്ങൾ EC ആയിക്കോട്ടെ, ട്രിപ്പിൾ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ബ്രാഞ്ചുകാരാണെങ്കിലും ഈ ഒരു കോഡിംഗ് റൗണ്ട് ഒട്ടുമിക്ക എല്ലാ കമ്പനീസിലും ഉണ്ട്. കാരണം നമ്മളുടെ ക്യാമ്പസിൽ വരുന്നത് ഇപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജോലി, ബിടെക് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു കോഡിങ് നല്ലോണം ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ടൈമിൽ അത് നല്ല ബുദ്ധിമുട്ടാകും. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്താണ് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് വരുന്നത് പോലെ ഇപ്പൊ നമ്മൾ ഈ ബിടെക്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ C പ്രോഗ്രാമിങ്ങോ പൈത്തണോ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ. ഇപ്പൊ EC സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഡിങ് മാത്രമാണ് പഠിക്കുന്നുള്ളൂ. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്റെ എൻ്റയർ ബിടെക് ലൈഫിൽ ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് ഉള്ളായിരുന്നു കോഡിങ്, C പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട്. ഞാൻ +1 +2 പൈത്തൺ ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പം ഈ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് പ്ലേസ്മെന്റ് ടൈമിലുള്ള കോഡിംഗ് റൗണ്ട്സ് പാസ്സാവാൻ പറ്റില്ല. അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ വരും ദിവസങ്ങളിൽ മെമ്പർഷിപ്പ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോഡിംഗ് റൗണ്ട്സിൽ എത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മളിപ്പം വെറുതെ ഇത് പാരൻട്രോം ആണോ, അല്ലെങ്കിൽ ഈ ഇത്രയും വേർഡ്സിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കാണിക്കുമോ, അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് പ്ലേസ്മെന്റ് ടൈമിൽ വരുന്നത്. അപ്പൊ നല്ല ടഫാണ്, അത്യാവശ്യം നല്ല ടഫാണ്. കോഡിംഗ് റൗണ്ട് പാസ്സാവാനാണ് ഏറ്റവും പാട്. അതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ കോളേജസിൽ CS കാർക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ്സ് കിട്ടുന്നത്.
CS പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കോഡിംഗിൽ അത്യാവശ്യം നോളജ് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു അതർ ബ്രാഞ്ച് സ്റ്റുഡൻസ്. അപ്പം ഇപ്പൊ ഞാൻ ഈസി ആണെങ്കിൽ ഞാനും ഒരു CS കാരനും ഇപ്പം ഫോർ എക്സാമ്പിൾ കൊഗ്നിസൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുകയാണ്. കോഡിംഗ് റൗണ്ട് വരുമ്പം അവർക്കത് നല്ലോണം എഴുതാൻ പറ്റും, നമ്മൾക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വേറെ ബ്രാഞ്ചിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ കോഡിങ്ങിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനിയിപ്പോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കോഡിംഗ് ഫീൽഡ് അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ കോർ ആണ് നോക്കുന്നതെങ്കിലും നമുക്ക് വരുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബിടെക് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ട് ആവും. കാരണം നമുക്ക് വരുന്ന കോർ കമ്പനീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ എന്റെ ബിടെക് ലൈഫിൽ ആകെ ഒരു ഇന്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതൊരു കോർ കമ്പനിയുടെ ആയിരുന്നു. അതിൽ എനിക്ക് ഉണ്ടായിരുന്ന റൗണ്ട്സ്, ആദ്യത്തെ റൗണ്ട് ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് ആയിരുന്നു, പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ ടെക്നിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് റൗണ്ട് ആയിരുന്നു. അവിടെയാണ് സത്യം പറഞ്ഞാൽ ക്ലൂ ആയിട്ട് പ്രോബ്ലം സോൾവിംഗിന് വന്നത് നമ്മുടെ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് ആയിരുന്നു. ഇങ്ങനെ കുറെ മെഷും നോഡും ഒക്കെ തന്നിട്ട് ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്. സോ ആ ഒരു നെറ്റ്വർക്ക് തിയറി ഞാൻ പഠിച്ചത് S3-ലാണ്. അന്നേ എനിക്കതൊരു ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ആയിരുന്നു. സോ ആ ഒരു റൗണ്ട് പാസ് ആവാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മേ ബി അറിയാതായിരിക്കും ചാനൽ റെഗുലർ ആയിട്ട് കാണുന്നവരാണെങ്കിൽ. സോ അതാണ്, അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടവര് പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഇതുപോലെ ഒരു പ്ലേസ്മെന്റ് കിട്ടണം എന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇതുവരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ആ ഒരു ഇന്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്യാണ്. ഇപ്പൊ ജർമ്മനിയിൽ കുറെ കാര്യങ്ങൾ പറയുമെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ജർമ്മനിയിലെ വീഡിയോസ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത്, അതുകൊണ്ടാണ് ജർമ്മൻ വീഡിയോസ് ഇപ്പൊ ചെയ്യാത്തത്. ഇവിടുത്തെ എന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ഈ ഒരു കോഡിങ്ങിന്റെ കാര്യം, അപ്പം നിങ്ങളിപ്പം S6 കയറുന്ന വരെ നിങ്ങൾക്ക് സമയമുണ്ട്. S6 വരെ നിങ്ങൾക്ക് നല്ലൊരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മതി. നമുക്ക് ഈ കോഡിംഗ് റൗണ്ടിനൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇപ്പൊ C ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, എല്ലാം ഇതുപോലെ വരും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പൈത്തൺ, ഇപ്പൊ നിങ്ങൾ ഒറ്റ കോഡിംഗ് പോലും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പൈത്തൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ചിലർക്ക് C പ്രോഗ്രാമിംഗ് ഓൾറെഡി മറ്റേ എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ലൈക്ക് +1 +2 C പ്രോഗ്രാമിംഗ് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് മേ ബി അതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കോഡിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു കോഡിംഗ് റൗണ്ട് പാസ് ആവാൻ പറ്റത്തുള്ളൂ. ബാക്കി റൗണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് പാസ് ആവാന്ന് ഓർക്കാം. ടെക്നിക്കൽ ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ ഒന്നും ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മളുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. എന്റെ ഇന്റർവ്യൂവിന് എന്നോട് ചോദിച്ചത് റെസിസ്റ്ററിന്റെ വർക്കിംഗ് എന്താണ്, കപ്പാസിറ്ററിന്റെ വർക്കിംഗ് എന്താണ്, അത് കുറച്ച് നമ്മൾ ഡീപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കപ്പാസിറ്റർ യൂസ് ഫോർ സ്റ്റോറിങ് ചാർജ് അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇപ്പം എങ്ങനെ അത് ചാർജ് സ്റ്റോർ ചെയ്യുന്നു കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന കോഡിംഗ് റൗണ്ട് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വന്നിട്ടുള്ള പ്ലേസ്മെന്റിൽ ഒട്ടുമിക്ക 80% എബോവ് കമ്പനീസിന് കോഡിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു. കോർ വന്നിട്ടുള്ള കുറച്ച് കമ്പനീസിന് മാത്രമായിരുന്നു കോഡിംഗ് റൗണ്ട് ഇല്ലാത്തതുള്ളൂ. സോ എല്ലാവരും കോഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ SML കയറുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാത്തതിന്റെ ഒരേ ഒരു കാരണം ഈ കോഡിംഗ് അറിയില്ല എന്നുള്ളതാണ്. സോ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ജൂനിയേഴ്സ് ആണെങ്കിൽ മാക്സിമം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇപ്പൊ കോഡിംഗ് നമുക്കിപ്പോ യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ കുറച്ച് പരിമിതികളുണ്ട്. സോ നിങ്ങൾക്ക് ട്യൂഷന് പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. സോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്. ബൈ.